ഹാ. ഒന്ന് വരുമോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയ്. ഞാൻ തന്നെ നല്ലതിനു വേണ്ടി ഒരു കാര്യം പറയാം. ആ പുതിയ സാറ് ആളെത്ര ശരിയല്ല. അതിന് നിനക്കെന്താ? താൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം. അതൊന്നും നിന്റെ കൺസേൺ അല്ല. അയാൾ ഇത്തിരി റോങ് ആണ്. എന്റെ കാര്യം നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനെന്തിന് നീ പറയുന്ന അനുസരിക്കണം? നീ എന്റെ ആരെങ്കിലും ആണോ? അവിടുത്തെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നത് എനിക്കിഷ്ടമാണെന്ന്? എന്താ? അപ്പൊ ഇങ്ങനെ പറഞ്ഞാലൊന്നും എനിക്ക് മനസ്സിലാകത്തില്ല. ഓക്കെ, ഇനി ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് വെച്ചാൽ നല്ല ഇഷ്ടമാണ്. എന്ത് ചിരിക്കുന്ന? തനിക്ക് എന്നെ ഇഷ്ടമാണോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവനാണ് എന്റെ വഴിയുടെ തടസ്സം. എനിക്കൊന്ന് ആലോചിക്കണം. നീക്കാം മതി, പക്ഷെ താൻ ഡിസ്റ്റൻസ് വേണം. നോക്കാം. അയാൾ ശരിയല്ല. ഓക്കെ? ആ, നീക്കേ പറ്റുള്ളൂ. എന്താ ഒരു ഗ്ലോ? അങ്ങനെ പ്രപ്പോസ് ചെയ്ത്. അവനാ? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ആലോചിക്കട്ടെ. എന്തായാലും കലക്കി. ആടാ, ഞാനെന്നെ പ്രപ്പോസ് ചെയ്ത്. എടാ, നമ്മുടെ ക്ലാസ്സിൽ എന്തൊരു ബഹളം. ഇത് ആരുടെ ബാഗാണ്? സാർ, അത് എന്റെ ബാഗാണ്. അപ്പൊ ഈ കഞ്ചാവ് നിന്റെതായിരിക്കും അല്ലേ? എന്താ? ഇത് നിന്റെ ബാഗിൽ നിന്ന് എടുത്തതാണ്. കഞ്ചാവ്? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു നീയാണിത് ചെയ്തതെന്ന്. ഞാൻ അങ്ങനെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അത് എങ്ങനെയാടാ നിന്റെ ബാഗിൽ വന്നത്? സാർ, ഇവൻ പറയുന്നത് പച്ചക്കള്ളമാണ്. സാർ, ഇത് ആരെ പണിയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എടാ, അവിടെ എന്താ പ്രശ്നം? അവനെന്തിനാ? ഡാ, നീയാണിത് ചെയ്തതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പം വെറും ഉടായ്പാണ്. എന്തുകൊണ്ടത് ആരെങ്കിലും കൊണ്ട് വെച്ചതായിക്കൂടാ? സാർ, ഇത് ഞാനല്ല ചെയ്തിട്ടുള്ളത്. ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ചെയ്തവരെ കണ്ടുപിടിക്കാനും എനിക്കറിയാം. ഇതൊക്കെ വീട്ടിലുള്ളവരെ വളർത്തു ദോഷമാണ് ഇതൊക്കെ. കാണേണ്ട ആള് തന്നെ കണ്ടു. ഓക്കെ, ഞാൻ തെളിയിക്കാം. ഇത് പോലീസ് സ്റ്റേഷനെ അറിയിക്കണം. തൽക്കാലത്തേക്ക് നമുക്കത് വിടാം സാർ. പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ച് ഇവന്റെ ഭാവി നമ്മള് നോക്കണ്ടേ? ഡോ, എടാ, ഞാൻ പറയുന്ന താൻ കേക്ക്. എടാ, ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാ? എടാ, നമ്മളില്ലേ കൂടാ. എനിക്കറിയാം ഇത് ആരാണ് ചെയ്തതെന്ന്. നീ ഇങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് നമുക്ക് എന്തായാലും അറിയാം. ഞങ്ങൾ എന്റെ കൂടെ നിൽക്കൂലേ? നമ്മളെന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ ആദ്യം തെളിവുണ്ടാക്കണം. അതിന് നമുക്ക് പറ്റിയ ഒരാളെ കിട്ടിയേ പറ്റുള്ളൂ. നീ ആരെ ഉദ്ദേശിക്കുന്ന? ഒരു പെങ്കൊച്ചന. നീ ലോലാനെ പറ്റി കേട്ടിട്ടുണ്ടാ? എനിക്കറിയത്തില്ല. അവളൊക്കെ ഈ ആയിരിക്കും. കാര്യത്തിന് അവളായിരിക്കും പെർഫെക്റ്റ്. പറ ബ്രോ, എന്താ പ്രശ്നം? നീ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാ, എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഞാൻ കേട്ടതായിരുന്നു. അയാളൊരു പെണ്ണോടിയനാണ്. അങ്ങനെയാണെങ്കിൽ അവനെ നമുക്ക് പൊക്കണം. അയാളുടെ മുഖം മൂടി അഴിച്ചിടണം. സാർ, ഇതിൻ്റെത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ പണി തുടങ്ങാം. സാർ, മേ കമിൻ സാർ? ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. സാർ ചെന്നോ? കമ്മിങ്. എനിക്ക്
ബയോളജിനെ പറ്റിയായിരുന്നു ഡൗട്ട്. ആരുടെടുത്തും ചോദിക്കാൻ നല്ല മടിയുണ്ട്. റീപ്രൊഡക്ഷനെ പറ്റി സാറിനൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? താനൊരു കാര്യം ചെയ്യും, എൻ്റെ വീട്ടിലോട്ട് വന്നാൽ മതി. സാർ എല്ലാ ഡൗട്ടും ഞാൻ തീർത്തു തരാം. മനസ്സിലായ? എന്തൊക്കെയാ സാർ പറയുന്ന? വളരെ മോശമായി പോയി സാർ. ഇതെന്തായാലും ഞാൻ കംപ്ലൈന്റ് ചെയ്യും സാർ. ഡോ പ്രശ്നാവോ? ഹേയ്, കിട്ടിയാ? കിട്ടി അഭിനയിച്ച് തകർത്തു നീ. പേടി കാണിച്ചേ. ഇത് മതി നമുക്ക് അവനെ പൂട്ടാൻ. നിന്റെ ഫേസ് ഹൈഡ് ചെയ്തോ, എന്നിട്ട് ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിലോട്ട് അയച്ചോ. ഓക്കെ. ഡാ, അവിടെ എന്താ പോലീസൊക്കെ? എന്തോ തെറ്റിദ്ധാരണയാണ് സാർ. ഒരു തെറ്റിദ്ധാരണയില്ല. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാ? ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല സാർ. വേണമെങ്കിൽ ഇവിടെ ആദ്യത്തെ നീ ചോദിച്ചു നോക്ക്. അവന്റെയൊക്കെ ഒരു അഭിനയം നമ്മളെല്ലാം അറിഞ്ഞിട്ട് തന്നെ വന്നേക്കുന്ന. സർ പ്ലീസ് സർ. നിന്റെയൊക്കെ പണിയായിരുന്നില്ലേ ഇത്? നിന്റെ കൂടെ പറഞ്ഞ് നടക്കാൻ. ഇങ്ങോട്ട് വാ. ഡാ, എന്താ കാര്യം? ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി. ഇങ്ങനെയുള്ളവന്മാര് കാരണം നല്ല സാറന്മാരും വൃത്തിയിട്ടവന്മാരായിട്ട് മാറും. പോയതിനു ശേഷം എന്തായാലും എനിക്ക് നല്ല ആശ്വാസമുണ്ട്. ക്ലാസ്സിലൊക്കെ വരുമ്പോ ഒരു വൃത്തിയിട്ട നോട്ടവും സംസാരവും. എടാ ഒന്ന് വരുമോ? ഒരു കാര്യം പറയാനുണ്ട്. ആ സാറാണ് കഞ്ചാവ് വെച്ചത്. പുറത്തു പറഞ്ഞാൽ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയോണ്ടാണ് ഞാൻ പറയാറുന്നത്. നിനക്ക് എപ്പോഴെങ്കിലും പറയാൻ തോന്നിയില്ലേ? പുറത്ത് നല്ല മഴയുണ്ടല്ലേ? സോറി. ഓ സോറി. ഉപ്പുപ്പാന്റെ വലി കാരണം ഉമ്മനത് അഫക്റ്റ് ചെയ്ത് ഉമ്മ പെട്ടെന്ന് തന്നെ പോയി. അതുകൊണ്ട് എനിക്ക് എൻ്റെ അടുത്ത് ദേഷ്യമായത്. സോറി. പിന്നെ എന്നെപ്പോലെ ഒരാളാ ഇങ്ങനെയൊക്കെ നടന്നോന്ന് വെച്ചാ ആരും വിശ്വസിക്കല്ലേ? എനിക്ക് മറ്റേ കാര്യത്തിന് ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചായ അടിച്ചാലാ?